നമുക്ക് ചരിത്രവും ഡാറ്റയും പരിശോധിക്കാം. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഭാരതത്തിലും പാകിസ്ഥാനിലും കൃത്യമായി ജനസംഖ്യ അനുപാതങ്ങൾ ഉണ്ടായിരുന്നു. വിഭജന സമയത്ത് പാകിസ്ഥാനിൽ ഏകദേശം 15% ഹിന്ദുക്കളും സിഖുകാരും ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 2026 പാകിസ്ഥാനിലെ ന്യൂനപക്ഷ ജനസംഖ്യ വെറും 1.5 മുതൽ 2% ചുരുങ്ങി. അവിടെ ഉണ്ടായിരുന്ന ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എവിടെ പോയി? ഒന്നുകിൽ അവർ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി, അതല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു, അതുമല്ലെങ്കിൽ അവർ നാട് വിട്ടുപോയി. ഇതാണ് യഥാർത്ഥ വംശഹത്യ. ബംഗ്ലാദേശിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. അവിടെയും ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ദയനീയമായി കുറയുന്നുണ്ട്. എന്നാൽ ഭാരതത്തിലെ അവസ്ഥ എന്താണ്? 1951 ആദ്യത്തെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് 9.8% ആയിരുന്നു. എന്നാൽ ഇന്നത് 14% മുകളിലാണ്. അതായത് ലോകത്തിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യം നമ്മുടെ ഭാരതമാണ്. ഇന്ത്യയിൽ വംശഹത്യ നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ജനസംഖ്യ ഇത്രയധികം വർദ്ധിക്കുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലും രാജ്യത്തിന്റെ സൈന്യത്തിലും ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലും സിനിമാ കായിക രംഗങ്ങളിലും ഒക്കെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ പരമോന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ഭരണഘടന ഇവിടെ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശമാണ് ഉറപ്പ് നൽകുന്നത്. നിയമത്തിന് മുന്നിൽ ഇവിടെ ആർക്കും പ്രത്യേക പരിഗണനയോ വിവേചനമോ ഇല്ല. എന്നിട്ടും ഇന്ത്യയെ ഒരു വംശഹത്യയുടെ രാജ്യമെന്ന് വിളിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു? പലപ്പോഴും ഇന്ത്യക്കെതിരെ വിദേശ രാജ്യങ്ങളിൽ പ്രചാരണം നടത്താൻ ഇവർ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ മുമ്പ് നടന്നിട്ടുള്ള ചില വർഗീയ കലാപങ്ങളെയാണ്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കലാപവും വംശഹത്യയും രണ്ടും രണ്ടാണ്. ഇന്ത്യ വിരുദ്ധർ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് 2002 ഗുജറാത്ത് കലാപം. അതൊരു വംശഹത്യയായിരുന്നു എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്.